നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. തിരൂർ മാർക്കറ്റിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വിൽക്കുന്ന മിഠായികൾ വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് നിർമ്മിക്കുന്നതെന്ന വിവരത്തെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തിരൂർ മാവുംകുന്നിൽ പരിശോധന നടത്തി. പരിശോധനയിൽ ഉത്തർപ്രദേശ് സ്വദേശിയായ വിനോദ് കുമാറിന്റെ മാവുംകുന്നിലെ താമസ സ്ഥലത്താണ് പരിശോധന നടത്തി മിഠായികൾ പിടിച്ചെടുത്തത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ MN ഷംസയുടെ നേതൃത്വത്തിൽ തിരൂർ മാവുംകുന്നിൽ പരിശോധന നടത്തിയത്. തിരൂർ മാർക്കറ്റിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വിൽക്കുന്ന മിഠായികൾ വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് നിർമ്മിക്കുന്നതെന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഇന്ന് ജൂൺ 26 തിരൂര് മാർക്കറ്റിൽ വെച്ചിട്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ സോൻപാപ്പടി എന്ന പേരുള്ള ഒരു സ്വീറ്റ് വിൽക്കുന്നത് കണ്ട് അതിൽ പരിശോധന നടത്തിയതിൽ അത്തരം തൊഴിലാളികളെ ട്രേസ് ചെയ്ത് ഈ സോൻപാപ്പടി എന്ന സ്വീറ്റ് ഉണ്ടാക്കുന്ന ഒരു ഇടമാണിത്. ഇതിന് നിയമാനുസരണം ലൈസൻസോ ഫുഡ് സേഫ്റ്റി ലൈസൻസോ അല്ലെങ്കിൽ ആ സോൻപാപ്പടിക്ക് ലേബൽ വിവരങ്ങളോ യാതൊന്നും നൽകിയിട്ടില്ല. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അതുമാത്രമല്ല, ഇവിടെ വന്നപ്പോൾ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ സോൻപാപ്പടി എന്ന സ്വീറ്റ് ഉണ്ടാക്കുന്നത് കണ്ടു. അതുകൊണ്ട് സ്ഥാപനം നമ്മൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ക്ലോസ് ചെയ്യാണ്. ബാക്കി നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. സോൺ പപ്പടി എന്ന മിഠായിയാണ് വൃത്തിഹീനമായ ചുറ്റുപാടിൽ നിർമ്മിക്കുന്നതായി കണ്ടെത്തിയത്. ഉത്തർപ്രദേശ് സ്വദേശിയായ വിനോദ് കുമാറാണ് മാവുംകുന്നിലെ താമസ സ്ഥലത്ത് വെച്ച് മിഠായി നിർമ്മിച്ചു വരുന്നത്. മിഠായിയുടെ സാമ്പിളുകൾ ലാബിലേക്കായി പരിശോധനയ്ക്ക് അയച്ചു. TVN ന്യൂസ്, തിരൂർ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.